ഹായ് കൂട്ടുകാരെ, മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ യക്ഷി എന്ന നോവലിനെയാണ് പല ഭാഗങ്ങളാക്കി ഞാനിവിടെ തുടർച്ചയായി വായിക്കുന്നത്. ഇതിനു മുമ്പ് 4 ഭാഗങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കേൾക്കാത്തവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ 4 ഭാഗവും കേട്ടിട്ട് 5ാമത്തെ ഈ ഭാഗം കേൾക്കാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ? കഴിഞ്ഞ തവണ നമ്മൾ നിർത്തിയത് ശ്രീനി ഭാര്യയായ രാഗിണിയോട് തൻ്റെ കാമുകിയെപ്പറ്റി പറയുന്നതും അതേപ്പറ്റി പ്രത്യേകിച്ചൊന്നും രാഗിണി തിരിച്ചു ചോദിക്കാതിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്ന പല പല ചിന്തകളുമാണല്ലേ. അപ്പോൾ നമുക്ക് തുടർന്ന് വായിക്കാം. ഇങ്ങനെയൊരു കഥ കേൾക്കുമ്പോൾ ഒരു ഭാര്യ 1000 ചോദ്യങ്ങൾ ചോദിക്കുകയില്ലേ? പഴയ കാമുകി ഒന്നിച്ച് ചിലവാക്കിയ കാലത്തിൻ്റെ ഓരോ നിമിഷത്തിനും കണക്ക് ബോധിപ്പിക്കാൻ പറയുകയില്ലേ? പ്രണയലേഖനങ്ങൾ കൈമാറിയിട്ടുണ്ടോ? അവളെ ചുംബിച്ചിട്ടുണ്ടോ? ചുംബനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ? അവളെക്കുറിച്ചുള്ള സ്മരണകൾ ഇന്നുമില്ലേ? ഒരു കാമുകിയെ കാലമെത്ര ചെന്നാലും നിശേഷം മറക്കാനാവുമോ? കുടുംബജീവിതത്തിൻ്റെ താളം വ്യത്യസ്തമാകുമ്പോൾ ഭാര്യയെ പഴയ കാമുകിയോട് താരതമ്യപ്പെടുത്താൻ തോന്നാം. അങ്ങനെയാവുമ്പോൾ ഭാര്യയുടെ ചിത്രത്തിന് മങ്ങലുണ്ടാവുകയില്ലേ? ഭൂതകാലം അയവിറക്കുമ്പോൾ കൈവിട്ടുപോയത് എന്തും കണക്കിലേറെ ആകർഷകമായി തോന്നാം. ഞാൻ ജനലിനടുത്തെത്തി. പിന്നിൽ നിന്ന് ഞാൻ അവളെ വട്ടം പിടിച്ചു. രാഗിണി, നീയൊന്നും മിണ്ടാത്തതെന്ത്? അവൾ തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ വിജയലക്ഷ്മിയുടെ നഷ്ടത്തെക്കുറിച്ച് ഓർക്കുകയാണ്, അവൾ മന്ത്രിച്ചു. എന്ത് നഷ്ടം? എൻ്റെ കരവലയത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ രാഗിണി തിരിഞ്ഞ് എന്നെ അവൾ പ്രേമപൂർവ്വം നോക്കി. എൻ്റെ നെഞ്ചിൽ 2 കൈകൊണ്ടും തലോടിക്കൊണ്ട് അവൾ പറഞ്ഞു, ശ്രീനിയെ ഉപേക്ഷിച്ചപ്പോൾ അവൾക്കൊരു നല്ല കൂട്ടുകാരൻ നഷ്ടപ്പെട്ടു. എൻ്റെ മുഖം അവൾ എങ്ങനെ സഹിക്കും രാഗിണി? ഞാൻ എങ്ങനെ സഹിക്കുന്നു? അറിഞ്ഞുകൂടാ. ഒരിക്കലും എനിക്കറിയാൻ കഴിയുകയില്ല. എന്തിനാണ് രാഗിണി ഈ മുഖത്തിൻ്റെ പിന്നാലെ വന്നത്? എനിക്ക് ഈ മുഖം ഇഷ്ടമാണ്. വെറുതെ പറയുന്നതല്ലേ. ഇഷ്ടമില്ലായിരുന്നെങ്കിൽ ഞാൻ ശ്രീനിയുടേതാകുമായിരുന്നോ? അതിനൊരു മറുപടി പറയാൻ കിട്ടിയില്ല. എന്നെ വിവാഹം കഴിച്ചേ പറ്റൂ എന്ന് ആരും അവളെ നിർബന്ധിച്ചില്ല. എൻ്റെ കരിഞ്ഞ മുഖം സ്വീകാര്യമാക്കുന്ന കച്ചവട മൂല്യങ്ങളൊന്നും എനിക്കില്ല. കുടുംബമഹിമയില്ല, പ്രതാപവും പണവുമില്ല. അവളുടെ തീരുമാനം അവളുടേത് മാത്രമായിരുന്നു. എങ്കിലും അവൾക്ക് എൻ്റെ മുഖം ഇഷ്ടപ്പെടാൻ എങ്ങനെ കഴിയുന്നു? അന്നൊരിക്കൽ ഞാൻ മനസ്സിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി പറഞ്ഞില്ലേ? അങ്ങനെയൊരു സൗന്ദര്യമുണ്ടോ രാഗിണി? അതൊക്കെ സൗകര്യപ്രദമായ ഒരു സങ്കല്പമാണ്, വിരൂപന്മാർക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു തൂണ്. ഒരിക്കലുമല്ല. കൊച്ചു കുട്ടികളെ നാം ഓമനിക്കുന്നില്ലേ? കറുത്ത കുട്ടിയായാലും വെളുത്ത കുട്ടിയായാലും ഓമനത്വം ഒന്നുപോലെയാണ്. വെളുത്തു കൊഴുത്ത ഒരു കുഞ്ഞിനോട് തോന്നുന്ന വാത്സല്യം മൂക്കൊലിപ്പിച്ച് നടക്കുന്ന ഒരു കരിമാടിക്കുട്ടനോട് ഒരിക്കലും എനിക്ക് തോന്നുകയില്ല. രാഗിണി പൊട്ടിച്ചിരിച്ചുപോയി. തർക്കിച്ച് ജയിക്കാനൊന്നും ഞാനാളല്ല. കുട്ടികൾക്കെല്ലാം മനസ്സിൽ സൗന്ദര്യമുണ്ട്. നിഷ്കളങ്കതയെന്നോ മറ്റോ പറഞ്ഞുകൊള്ളൂ. അതാണ് ഏറ്റവും വലിയ സൗന്ദര്യം. അതിന് തൊലിയും ദശയും നിറവും തുടുപ്പും ഒന്നും വേണ്ട. ഇതൊക്കെ ഞാൻ വിശ്വസിക്കണോ? എന്നെ ചുംബിച്ചുകൊണ്ട് രാഗിണി പറഞ്ഞു. ഒന്ന് മാത്രം വിശ്വസിച്ചാൽ മതി. ശ്രീനി ഒരു കൊച്ചു കുട്ടിയെപ്പോലെ നിഷ്കളങ്കനാണെന്ന് ഞാൻ കരുതുന്നു. ഒരു കവിയുടെ ഹൃദയം പോലെ സുന്ദരമാണ് ശ്രീനിയുടെ ഹൃദയം. ശ്രീനിയുടെ ഭാര്യയാവാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഒന്നും പറയാതെ ഞാൻ നിന്നപ്പോൾ രാഗിണി ഒരു കുസൃതിച്ചിരിയോടെ പറഞ്ഞു, ഇങ്ങനെ സംസാരിച്ച് നേരം വെളുപ്പിച്ചാൽ മതിയോ? ഞാൻ അവളെ വാരിയെടുത്തു. അപ്പോൾ അവളുടെ മുതുക് പൊള്ളയാണെന്ന് എനിക്ക് തോന്നി. എനിക്ക് വല്ലാതെ ഇക്കിളി തോന്നുന്നു. ശരീരം മുന്നോട്ട് വളച്ചു പിടിച്ചുകൊണ്ട് എൻ്റെ കരവലയം ഭേദിക്കാൻ അവൾ പിടച്ചു. അങ്ങനെ മുന്നോട്ട് വളഞ്ഞപ്പോൾ തോന്നിയതാണ് മുതുക് പൊള്ളയാണെന്ന്. എൻ്റെ ഭാവന ഇങ്ങനെ കയറ് പൊട്ടിച്ചത് കൊണ്ടോടുന്നത് എന്താണ്? എൻ്റെ ഗവേഷണം എൻ്റെ തലയ്ക്ക് പിടിച്ചിരിക്കുന്നു. എൻ്റെ ഓലക്കെട്ടുകൾ ഞാൻ വലിച്ചെറിയണം. സമയം ചെലവാക്കാനുള്ള ഒരു മാർഗം മാത്രമായിരുന്നില്ലേ യക്ഷികളെ പറ്റിയുള്ള പഠനം? ഇനി അത് വേണ്ട. എനിക്ക് രാഗിണിയെ കിട്ടിയിരിക്കുന്നു. ഞാൻ അവളെ മെല്ലെ കിടക്കയിലേക്ക് കൊണ്ടിട്ടു. വളരെ മെല്ലെ. അവൾ ഒരു കണ്ണാടി പ്രതിമയും കിടക്ക ഒരു കരിമ്പാറ കെട്ടുമാണ് മട്ടിൽ. കിടക്കയിലിരുന്നു കൊണ്ട് ഞാൻ അവളെ അടിമുടി നോക്കി. സൗന്ദര്യം കുറുക്കി ഒഴിച്ചാണ് ഓരോ അവയവങ്ങളും തീർത്തിരിക്കുന്നത്. എനിക്ക് വല്ലാത്ത ഉന്മാദം തോന്നി. എൻ്റെ സിരകളിൽ ചോര പതഞ്ഞൊഴുകി. ഞാൻ അവളോടൊട്ടിക്കിടന്നു. അപ്പോൾ ചോര തണുത്തു. ഉന്മാദം അവസാനിച്ചു. ഞാൻ അശക്തനാണ്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു ക്രൂരമായ ശബ്ദമുയർന്നു. ഞാൻ മധുവിധുരാത്രിയിൽ തോൽക്കുന്നു. പിന്നെയും ഞാൻ ബോധരഹിതനായെന്നാണ് തോന്നുന്നത്. ഉണർന്നപ്പോൾ മുറിയിൽ വെയിലടിച്ചിരുന്നു. തലയിണയുടെ വെളുത്ത ഉറയിൽ ചോരയുടെ കറ കണ്ടു. ചുണ്ടിൻ്റെ മൂലയിൽ ഞാൻ വിരലോടിച്ചു. ചോര ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ രാഗിണിയെ നോക്കി. അവൾ ജനലരികിൽ നിന്നുകൊണ്ട് സമുദ്രത്തിൻ്റെ ഭംഗി നോക്കി രസിക്കുന്നു. അപ്പോൾ ഒരു സ്വപ്നത്തിൻ്റെ ശകലം ഓർമ്മ വന്നു. ഞാൻ ഒരു മണൽപ്പരപ്പിൽ കിടക്കുന്നു. എൻ്റെ കാലുകൾ കഴുകിക്കൊണ്ട് തിരമാലകൾ ചിന്നിച്ചിതറുന്നു. അരികിൽ രാഗിണിയുണ്ട്. അവൾ എന്നെ ആർത്തിയോടെ ചുംബിച്ചു. അവളുടെ ചുണ്ടുകൾക്ക് നനവും രക്താഭയും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ യക്ഷിയമ്പലത്തിൻ്റെ പടം പൂർത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ ആശുപത്രി സൂപ്രണ്ട് മുറിയിൽ വന്നു. എന്താണീ പടം? അദ്ദേഹം ചോദിച്ചു. യക്ഷിയമ്പലം.
എന്താണിത് വരച്ചത്? എൻ്റെ രാഗിണിയുടെ വീടാണിത്. ഇവിടെ വച്ചാണ് അവൾ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നത്. അതാ തറയിൽ കിടക്കുന്ന കരിങ്കൽ തൂണ് കണ്ടോ? അതിലാണ് ഞാനിരുന്നത്. അവൾ എൻ്റെ മടിയിൽ കിടന്നു. പിന്നെ പുകച്ചുരുളുകളായി മാറി. വിശ്വസിക്കാനാവാത്ത മട്ടിൽ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നല്ല ചിത്രം. എല്ലാവരും സൂപ്രണ്ടിനെ പോലെ തന്നെ അവിശ്വാസികളാണ്. ചന്ദ്രശേഖരൻ പോലും എൻ്റെ കഥ വിശ്വസിക്കുന്നില്ല. രാഗിണി വെറുമൊരു സ്ത്രീയാണെന്നാണ് അവൻ്റെ പക്ഷം. എല്ലാം എൻ്റെ തോന്നലാണത്രേ. രാഗിണി എന്നെ വിട്ടുപിരിഞ്ഞ രംഗം ഞാൻ വർണ്ണിക്കുമ്പോഴെല്ലാം അവൻ പറയുന്നു, കഴിഞ്ഞതിനെ ഓർത്തു ദുഃഖിക്കാതിരിക്കൂ. അതുമിതും പറഞ്ഞു മനസ്സിൽ ചാഞ്ചാട്ടമുണ്ടാക്കരുത്. ഞാൻ അതുമിതും പറയുകയാണെന്ന് വെച്ചാൽ കള്ളം പറയുന്നുവെന്നോ? ചന്ദ്രശേഖരൻ വല്ലാതെ മാറിപ്പോയിരിക്കുന്നു. രാഗിണിയെ ഞാൻ വിവാഹം ചെയ്യുന്നതിന് മുൻപ് എനിക്ക് താക്കീത് തന്നവനാണ്. ആരാണവൾ? നാടേത്? വീടേത്? ബന്ധുക്കളാര്? ഇങ്ങനെയൊക്കെ ചോദിച്ചവൻ ഇന്ന് എൻ്റെ കഥ വിശ്വസിക്കുന്നില്ല. അവൾ യക്ഷിയാണെന്ന് ഞാൻ ആണയിട്ട് പറഞ്ഞാൽ പോലും. ഈ അവിശ്വാസികൾ രാഗിണിയുടെ അന്ത്യത്തെപ്പറ്റി എങ്ങനെ വ്യാഖ്യാനിക്കും? എല്ലാവരും യുക്തിവാദികളാണ്. ആളുകൾ മരിക്കുന്നതിനെപ്പറ്റി മാത്രമേ അവർക്കറിയൂ. സൂക്കേട് പിടിച്ച് മരിക്കുന്നു, അപകടങ്ങളിൽപ്പെട്ട് മരിക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു, കൊല്ലപ്പെടുന്നു. മരണം കൂടാതെ രാഗിണി അന്തർധാനം ചെയ്തുവെന്ന് പറഞ്ഞാൽ അവർ നിഷേധഭാവത്തിൽ തലകുലുക്കും. അങ്ങനെയൊരു സങ്കല്പം അവർക്ക് അസ്വീകാര്യമാണ്. എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായ ചന്ദ്രശേഖരൻ പോലും എന്നെ അവിശ്വസിക്കുമ്പോൾ മറ്റുള്ളവരെക്കുറിച്ച് ഞാൻ പരാതിപ്പെടുന്നതിൽ അർത്ഥമുണ്ടോ? കന്യാകുമാരിയിൽ നിന്നും മടങ്ങുമ്പോൾ നങ്കൂരത്തിൻ്റെ കെട്ടുപൊട്ടി ഒഴുകി നടക്കുന്ന ഒരു യാനപാത്രം പോലെയായിരുന്നു എൻ്റെ ഹൃദയം. ഞാൻ അസ്വസ്ഥനായിരുന്നു. അതിഥി മന്ദിരം വിട്ടു പോരുന്നതുവരെ അവൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. എങ്കിലും ഞാൻ ഭയന്നു. ഒരു വലിയ ചോദ്യം അവളുടെ മനസ്സിൽ ഉരുണ്ടുകൂടുന്നില്ലേ? കന്യാകുമാരിയിൽ ഹണിമൂണിന് വന്നിട്ട് വെട്ടിയിട്ട പോലെ ഉറങ്ങിക്കളഞ്ഞതെന്ത്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് വീണ്ടും ബോധക്ഷയം വന്നെന്ന് പറയാതെ വയ്യ. അവൾ പരിഭ്രമിക്കും. ഭർത്താവ് ഒരു രോഗിയാണെന്ന് അവൾ കരുതും. കാറിൻ്റെ പിൻസീറ്റിൽ എന്നോട് ചേർന്നിരിക്കുമ്പോഴും അവൾ ഒന്നും ചോദിച്ചില്ല. ഭാഗ്യം. പക്ഷേ അവളുടെ മൗനം എനിക്കെതിരായി ഉന്നയിക്കപ്പെടുന്ന ഒരു കുറ്റപത്രമല്ലേ? 2 രാത്രികൾ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും സംസാരിച്ച് നേരം വെളുപ്പിച്ചാൽ മതിയോ എന്ന് ചോദിച്ച രാഗിണി ഇതാ കന്യകയായി തന്നെ മടങ്ങുന്നു. കട്ടിലുകൾ ചേർത്തിടാൻ പറഞ്ഞ രാഗിണി 3 സമുദ്രങ്ങൾ ഒന്നു ചേരുന്ന ഈ പുണ്യഭൂമിയിൽ വച്ച് വീണ്ടും നിരാശാഭരിതയായിരിക്കുന്നു. മോഹത്തിൻ്റെ ചോറും ഉപദംശങ്ങളും കറുത്ത മണലും തവിട്ട് മണലും ഉരുളൻ മണലുമായി മാറിയിരിക്കുന്നു. ഒരു ഭർത്താവാകാൻ എനിക്ക് കഴിയുമോ? ആകാശത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന ആ കോണിപ്പടി എന്താണ്? ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് തെറിച്ചു പോകുന്നത് എന്തുകൊണ്ട്? കന്യാകുമാരിയിൽ വച്ച് ബോധരഹിതനെ പോലെ ഉറങ്ങിപ്പോയതെന്ത്? എൻ്റെ ശരീരത്തിൻ്റെ മാനം സംരക്ഷിക്കാൻ വേണ്ടി മനസ്സ് കണ്ടുപിടിച്ച ഒരു ഉപായമായിരുന്നോ ബോധക്ഷയം? ഞാൻ പൗരുഷമില്ലാത്തവനാണെന്ന് രാഗിണി വിചാരിക്കുന്നുണ്ടോ? സംശയങ്ങൾ കൂണുകൾ പോലെ ഉയർന്നു. ഓരോ കൂണിനടിയിലും പരാജയബോധത്തിൻ്റെ തവളകൾ കുടിയിരിക്കുന്നു. എങ്ങനെയാണെന്നറിഞ്ഞില്ല. ഉത്സാഹം വെടിയാതെ തന്നെയാണ് രാഗിണി ദിവസങ്ങൾ തള്ളി നീക്കിയത്. അവൾ മുറ്റം ചെത്തിയൊരുക്കി. ഫ്ലോക്സ് ചെടികളുടെ ഒരു തടം വച്ചു പിടിപ്പിച്ചു. പാലമരത്തിന് ചുറ്റും കാനകൾ നട്ടു. റോസാപ്പടർപ്പ് വെട്ടി ചെറുതാക്കി. ജനാലകൾക്ക് കട്ടൻ തുന്നിയിട്ടു. എന്നെക്കൊണ്ട് ചൂരൽ സെറ്റി വാങ്ങിപ്പിച്ചു. എങ്ങും വൃത്തിയും വെളിച്ചവും പരത്തുന്ന ഗൃഹലക്ഷ്മിയുടെ ഭാഗം അവൾ ഭംഗിയായി അഭിനയിച്ചു. എൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ അറകളിലും പരാജയബോധം മുറ്റി നിന്ന ആ ദിവസങ്ങൾ അങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു സംഭവമുണ്ടായി. എൻ്റെ ഓരോ ഞരമ്പിലും പുതിയ സംശയങ്ങൾ കടത്തിവിട്ട ഒരു സംഭവം. ജൂഡി വല്ലാതെ മാറിപ്പോയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു അവൾ. കോളേജ് വിട്ടു വരുമ്പോൾ എനിക്ക് വേണ്ടി അവൾ കാത്തു നിന്നിരുന്നു. എൻ്റെ പുറകെ ഓടി വരും. അനക്കമില്ലാത്ത എൻ്റെ വീടിന് ചലനമുണ്ടാകും. അവളുടെ കുസൃതിയും കളിയും എൻ്റെ സായാഹ്നങ്ങൾക്ക് രസം പകരും. ഇതൊക്കെ പഴയ കഥയാണ്. ഇപ്പോൾ അവൾ മാറിപ്പോയി. അനന്തൻ്റെ ഗേറ്റിന് വെളിയിൽ അവൾ കടന്നു വരില്ല. എന്നെ കാത്ത് അനന്തൻ്റെ ഗേറ്റിനകത്ത് ജൂഡി നിന്നു പോന്നു. എങ്കിലും കൂടെ വരികയില്ല. വിളിച്ചാൽ പോലും. ആരാധന നിറഞ്ഞ അവളുടെ കണ്ണുകൾ നനയുന്നുണ്ടെന്ന് തോന്നും. സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ അവൾ പറഞ്ഞേനെ വരണമെന്നുണ്ട്. പക്ഷേ വരാൻ വയ്യ. ഈ മാറ്റം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പണ്ടത്തെ ജൂഡിയെയും എൻ്റെ വീട്ടിൽ വരാൻ മടിക്കുന്ന പുതിയ ജൂഡിയെയും പറ്റി രാഗിണിയോട് ഞാൻ ഉപന്യസിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ പറഞ്ഞു, നീ ഇല്ലായിരുന്നെങ്കിൽ ജൂഡിയുടെ പെരുമാറ്റം എന്നെ വല്ലാതെ സ്പർശിച്ചേനെ. രാഗിണി മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, അപ്പോൾ ഒരു വളർത്തുനായയുടെ സ്ഥാനമാണ് ഞാൻ അലങ്കരിക്കുന്നത്. ഒരു സായാഹ്നത്തിൽ പതിവ് പോലെ ജൂഡിയെ കണ്ടു. അനന്തൻ്റെ ഗേറ്റിൽ. എന്തുകൊണ്ടെന്നറിഞ്ഞില്ല, എനിക്ക് അവളെ വാരിയെടുക്കാൻ തോന്നി. അവളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഞാൻ അവളെ പിടികൂടിയപ്പോൾ ജൂഡി ഞെട്ടി. ദീനഭാവത്തിൽ ഞരങ്ങി. ജൂഡി, ഇന്ന് നിന്നെ ഞാൻ വിടുകയില്ല, ഞാൻ അറിയിച്ചു. അപ്പോൾ അവൾ മൂങ്ങി. ജൂഡിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് നടന്നു. അവൾ നീട്ടി നിലവിളിക്കാൻ തുടങ്ങി. ഇന്ന് നിന്റെ സൂത്രമൊന്നും നടപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അകത്തേക്ക് കടന്നു. എൻ്റെ പിടിയിൽ നിന്ന് കുതറിച്ചാടാൻ അവൾ ശ്രമിച്ചു.
ഞാൻ വിട്ടില്ല. ഓഫീസ് മുറിയിലാണ് ഞാൻ കയറിയത്. കിടക്കറയിലേക്കുള്ള കതക് ഞാൻ ബന്ധിച്ചു. വരാന്തയിലേക്കുള്ള കതകിനടുത്ത് ഞാൻ നിലയുറപ്പിച്ചു. ഓടാനൊന്നും നോക്കണ്ട, ഇവിടെ ഞാൻ കാവലുണ്ട്. ഞാൻ മുന്നറിയിപ്പ് നൽകി. പിന്നെ അവളെ ഞാൻ തറയിലേക്ക് ഇറക്കി വിട്ടു. ഞെട്ടി വിറച്ചുകൊണ്ട് ഒരു മൂലയിലേക്ക് ജൂഡി നടന്നു. അവിടെ അവൾ ചുരുണ്ടുകൂടി, കണ്ണുകൾ വലുതായി. അവൾ എന്നെ തുറിച്ചു നോക്കി. അപ്പോഴാണ് രാഗിണി വരാന്തയിൽ നിന്ന് മുറിയിലേക്ക് കടന്നത്. കനത്ത പ്രഹരമേറ്റിട്ടെന്ന വണ്ണം ജൂഡി ഉച്ചത്തിൽ നിലവിളിച്ചു. ഒരു ഭയന്ന മൃഗത്തിൻ്റെ പ്രാണഭീതി നിറഞ്ഞ നിലവിളി. എന്തുപറ്റി ജൂഡിക്ക്? രാഗിണി ചോദിച്ചു. ജൂഡി തുടരെ തുടരെ നിലവിളിച്ചു. അവളുടെ വെള്ളരോമം മുള്ളുകൾ പോലെ ഒറ്റ തിരിഞ്ഞു നിവർന്നു നിന്നു. പെട്ടെന്ന് ജൂഡി തറപറ്റി കിടന്നു. അവളുടെ വയറ് തറയിൽ തൊട്ടപ്പോൾ നാവ് വെളിയിൽ ചാടി. അതിൽ നിന്ന് ഒട്ടേറെ തുപ്പൽ തറയിലേക്കൊഴുകി. അവൾ തറയിൽ ഇഴഞ്ഞു. വായിൽ നിന്ന് നുരയും പതയും പുറപ്പെട്ടു. രാഗിണി ജൂഡിയെ സ്പർശിച്ചു. എൻ്റെ സ്വപ്നങ്ങളിൽ ഇന്നും കടന്നു വരുന്ന ദീർഘമായ ഒരു രോദനം ആ മിണ്ടാപ്രാണിയുടെ തൊണ്ടയിൽ നിന്നുയർന്നു. എനിക്ക് തോന്നി ജൂഡി ഒരു പട്ടിയല്ലെന്ന്. ഒരു ശിശുവിൻ്റെ രോദനമായിരുന്നു അത്. ഒരു മൃഗത്തിന് അങ്ങനെ നിലവിളിക്കാൻ പറ്റുമോ? അത്രയും വേദന ഒരു മൃഗത്തിൻ്റെ ശബ്ദത്തിൽ നിറഞ്ഞു നിൽക്കുമോ? പെട്ടെന്ന് എല്ലാം നിശബ്ദമായി. ജൂഡി ഒന്ന് പുളഞ്ഞു. അവളുടെ മുഖം മുന്നോട്ട് ചാടി ചരിഞ്ഞു. ജൂഡി മരിച്ചു പോയിരിക്കുന്നു. രാഗിണി ജൂഡിയെ പിടിച്ചു കുലുക്കി. അനക്കമില്ല. തുപ്പലും നുരയും പതിയും എൻ്റെ ശരീരത്തിൽ പുരണ്ടെങ്കിലും ഞാൻ എന്നെ സ്നേഹിച്ചിരുന്ന ആ മൃഗത്തെ വാരിയെടുത്തു. എൻ്റെ മുൻപിൽ വെച്ച് എന്തിനു മരിച്ചു? ഞാൻ ചോദിച്ചു. എന്തു പറ്റി? എങ്ങനെ പെട്ടെന്ന് ചത്തു? രാഗിണി അന്വേഷിച്ചു. ഞാൻ എങ്ങനെ മറുപടി പറയാനാണ്? എൻ്റെ മനസ്സിൽ കുറ്റബോധത്തിൻ്റെ നുരയും പതയും നിറയുകയായിരുന്നു. ഇവിടെ വരാൻ ജൂഡിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടും ഞാൻ അവളെ കൊണ്ടുവന്നു. ബലം പ്രയോഗിച്ചാണ് കൊണ്ടുവന്നത്. ഞാനല്ലേ അവളെ കൊന്നത്? ഇവിടെ കൊണ്ടുവരാതിരുന്നെങ്കിൽ അവൾ ജീവിച്ചിരിക്കുകയില്ലേ? അവൾ എന്തിനേയും ഭയപ്പെട്ടിരുന്നു. ഈ വീട്ടിലുള്ള എന്തോ ഒന്നിനെ. ഭയമാണ് അവളെ കൊന്നത്. ഭയം. ഇവിടെ ഭയപ്പെടാൻ എന്താണുള്ളത്? ഇത് അവളുടെ വീടല്ലേ? അവളുടെ വെളുത്ത രോമത്തിൽ പുരളാത്ത ഒരു തരി പോലും ഇവിടെയില്ല. എന്നിട്ടും അവൾ ഭയന്നു. എന്തിനാണ് അവൾ ഭയന്നു തുടങ്ങിയത്? അനന്തൻ്റെ വീട്ടിൽ വെച്ച് രാഗിണി പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നു. മനുഷ്യർക്ക് കാണാനാവാത്തത് നായ്ക്കൾക്ക് കാണാൻ കഴിയും. അതിഭയങ്കരമായ ഒരു സംശയം എൻ്റെ തലച്ചോറിൽ മിന്നൽ പിണർ പോലെ കടന്നു വന്നു. എൻ്റെ അസ്ഥികളെ വാഴപ്പിണ്ടികളാക്കി മാറ്റിയ ഒരു സംശയം. എൻ്റെ വീട്ടിൽ രാഗിണി ആദ്യമായി വന്ന രാത്രിയിൽ അവളെ മടക്കി അയക്കുമ്പോൾ ജൂഡി റോഡിലുണ്ടായിരുന്നു. അപ്പോൾ ജൂഡി വല്ലാതെ മൂങ്ങി. അനന്തൻ്റെ വീട്ടിൽ വെച്ച് ജൂഡി മാത്രമല്ല, ബ്രൂണോയും ഭയന്ന് നിലവിളിച്ചു. രാഗിണി ഉള്ളപ്പോൾ. രാഗിണിയെ തന്നെയല്ലേ നായ്ക്കൾ ഭയന്നത്? രാഗിണി വന്നതിൽ പിന്നെയല്ലേ ജൂഡി ഇവിടെ വരാതായത്? ഇപ്പോൾ രാഗിണി മുറിയിൽ വന്നപ്പോഴല്ലേ കനത്ത പ്രഹരമേറ്റിട്ടെന്ന പോലെ ജൂഡി നിലവിളിച്ചത്? മനുഷ്യർക്ക് കാണാനാവാത്തത് മൃഗങ്ങൾക്ക് കാണാം. മേഘങ്ങൾ ആകാശം പൊതിയുന്നതിന് മുൻപ് തന്നെ മഴയുടെ വരവിനെപ്പറ്റി മൃഗങ്ങൾ അറിയുന്നു. വരാനിരിക്കുന്ന കൊടുങ്കാറ്റിനെപ്പറ്റി മനുഷ്യർക്ക് മുൻപ് മൃഗം മനസ്സിലാക്കിയ സംഭവങ്ങൾ സഞ്ചാരകഥകൾ വായിച്ചിട്ടുണ്ട്. രാഗിണിയുടെ സ്പർശനമേറ്റപ്പോഴാണ് ജൂഡി മരിച്ചത്. അപ്പോൾ രാഗിണി ആരാണ്? അവളെപ്പറ്റി എനിക്ക് എന്തറിയാം? വളരെ കുറച്ച് മാത്രം. എന്നോട് മനസ്സിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി സംസാരിച്ച ഒരു സുന്ദരിയാണ് അവൾ. അവൾക്കൊരു അമ്മൂമ്മയുണ്ട്. ഇത്ര മാത്രം. ഇത്രയും അറിഞ്ഞാൽ മതിയോ സ്വന്തം ഭാര്യയെപ്പറ്റി? അവൾ വന്ന രാത്രിയിൽ എങ്ങനെ പാല പൂത്തു? ആരാണ് അവളുടെ അമ്മൂമ്മ? ആ കഥ മുഴുവൻ പൊളിയായിരിക്കാം. കൽമണ്ഡപത്തിൽ വെച്ച് ഞാൻ അമ്മൂമ്മയെ കാണാൻ ആഗ്രഹിച്ചതാണ്. അവൾ സമ്മതിച്ചില്ല. അടുത്ത രാത്രിയിൽ ഞാൻ കാത്തുനിന്നു. അവൾ വന്നില്ല. അമ്മൂമ്മ മരിച്ചെന്നാണ് പറയുന്നത്. സത്യമാണോ? ഞാൻ കണ്ടുപിടിച്ച വീട് ചെറുതാണെങ്കിലും പഴക്കമുള്ളതല്ല. അവിടെ ഒരമ്മൂമ്മയും കൊച്ചുമകളും താമസിച്ചിരുന്നതായി ആർക്കും അറിഞ്ഞുകൂടാ. റബ്ബർ ഫാക്ടറിയിലെ ഒരു ജോലിക്കാരനാണ് ഒടുവിൽ അവിടെ താമസിച്ചിരുന്നത്. പിന്നെ വീട് ഒഴിഞ്ഞു കിടന്നു. എൻ്റെ ലബോറട്ടറി അറ്റൻഡറാണ് പറഞ്ഞത്. രണ്ടാമത്തെ രാത്രിയിൽ കൽമണ്ഡപത്തിൽ വെച്ച് ഞാൻ ഉണരുമ്പോൾ നെഞ്ചിൽ പാലപ്പൂക്കൾ കിടക്കുന്നതായി തോന്നി. ആ തോന്നൽ എങ്ങനെയുണ്ടായി? കന്യാകുമാരിയിലെ അനുഭവങ്ങൾക്ക് എന്താണ് വ്യാഖ്യാനം? എൻ്റെ ചുണ്ടിൽ നിന്ന് രക്തമൊലിച്ചില്ലേ? ഇതൊക്കെ പോകട്ടെ. വിജയലക്ഷ്മിയെ പിന്തിരിപ്പിച്ച എൻ്റെ മുഖം രാഗിണിയെ പിന്തിരിപ്പിക്കാത്തതെന്ത്? അവൾക്ക് എൻ്റെ ഭാര്യയാവാൻ എങ്ങനെ മനസ്സ് വന്നു? ആരെയും അടിമപ്പെടുത്താൻ പോകുന്ന സൗന്ദര്യമുള്ളവളാണ് രാഗിണി. എന്നിട്ടും എൻ്റെ കരിഞ്ഞ മുഖം അവൾ തേടിപ്പിടിച്ചു. അവളെ ഞാൻ കണ്ടെത്തിയത് ഒരു യാദൃശ്ചിക സംഭവമാണോ? എന്നെ കണ്ടുമുട്ടാൻ വേണ്ടി തന്നെ അവൾ അവിടെ കാത്തുനിന്നതാണോ? എന്തിന്? ഭ്രാന്ത് പിടിപ്പിക്കുന്ന സംശയങ്ങളായിരുന്നു ഇവയെല്ലാം. ഭാര്യ വെറുമൊരു സ്ത്രീയല്ലെന്ന് ഭർത്താവ് സംശയിക്കുന്നു. എത്ര ഭയങ്കരമായ ഒരവസ്ഥയാണത്. എന്താ വല്ലാതെ നിൽക്കുന്നത്? രാഗിണി ചോദിച്ചു. ഓ, ഒന്നുമില്ല. അവൾ അടുത്തു വന്നു. എൻ്റെ നെറ്റിത്തടത്തിൽ കൈ ചേർത്തു. അയ്യോ, പൊള്ളുന്നു. പനിയുണ്ടെന്ന് തോന്നുന്നു. ജൂഡിയുടെ ജഡം താങ്ങിക്കൊണ്ട് നിന്ന് ഞാൻ തറയിൽ നോക്കിക്കൊണ്ട് സംസാരിച്ചു. എനിക്ക് വല്ലാതെ വിഷമം തോന്നുന്നു. ജൂഡി മരിച്ചതുകൊണ്ടാണോ? അതെ, എനിക്കും വല്ലാതെ വിഷമം തോന്നുന്നു. എന്തുകൊണ്ട്? ഞാൻ ചോദിച്ചു.
എന്തായിരിക്കും അവളുടെ മറുപടി? ജിജ്ഞാസയോടെ ഞാൻ കാത്തുനിന്നു. ഞാനാണ് ജൂഡിയെ കൊന്നത്, അവൾ പറഞ്ഞു. നീയോ? അതെ, ജൂഡി ഭയന്നാണ് മരിച്ചത്, എന്നെ കണ്ട് ഭയന്ന്. അങ്ങനെ വിചാരിക്കാൻ കാരണം? എതിർ വിസ്താരം നടത്തുന്ന ഒരു വക്കീലിനെ പോലെ ഞാൻ ചോദിച്ചു. രാഗിണി എന്ത് പറയും? അവൾ പറയുന്നത് യുക്തിസഹജമായ എന്തെങ്കിലും ആവണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ മറുപടിയിൽ ഒരു പക്ഷേ എൻ്റെ ജീവിതമാകെ തൂങ്ങി നിൽക്കും. അതേ മറുപടിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറ മാന്തിയെടുക്കാനും കഴിയും. ആ മറുപടി എൻ്റെ സംശയങ്ങളുടെ ജ്വാലയിൽ പച്ചവെള്ളം ഒഴിക്കണേ. ഞാൻ മൂകനായി പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നെ കണ്ടപ്പോഴല്ലേ ജൂഡി നിലവിളിച്ചത്? ഞാൻ തൊട്ടപ്പോഴല്ലേ മരിച്ചത്? ഞാൻ പിന്നെയും ചോദിച്ചു. നിന്നെ കണ്ടാൽ ഭയം തോന്നുന്നത് എന്തിന്? എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം. ആരംഭം മുതൽ ജൂഡി എന്നെ ഭയപ്പെട്ടിരുന്നു. ഈശ്വരാ, എത്രമാത്രം ആശ്വാസമാണ് എനിക്ക് തോന്നിയത്. അവൾ തുടർന്നു. അന്ന് അനന്തൻ്റെ വീട്ടിൽ വെച്ച് ജൂഡി നിലവിളിച്ചത് ഓർക്കുന്നോ? രാഗിണിക്കൊന്നും മറച്ചു വെക്കാനില്ല. ഞാൻ മഠയനാണ്. ഞാൻ ഓരോന്നും സംശയിച്ചു കളഞ്ഞു. ജൂഡി മാത്രമല്ല, ബ്രൂണോയും, അവൾ പറഞ്ഞു. രാഗിണി കുറ്റമേൽക്കുകയാണ്. അവളെ സംശയിക്കാൻ യാതൊരു കാരണവുമല്ല. എൻ്റെ ഭാവന കാടുകയറിയതാണ്. എൻ്റെ സംശയങ്ങൾ ഞാൻ തന്നെ പടച്ചുവിടുന്ന എൻ്റെ ശത്രുക്കളാണ്. ഞാൻ ഒരു സയൻറ്റിസ്റ്റ് അല്ലേ? ഞാൻ സംശയിച്ചുകൂടാ. ഞാനൊരു കവിയൊന്നുമല്ല. എനിക്ക് ഒരു കവിയുടെ മനസ്സുണ്ടെന്നോ മറ്റോ രാഗിണി ഒരിക്കൽ പറഞ്ഞുവെങ്കിലും. ജൂഡി ഭയന്നാണ് മരിച്ചത് അല്ലെന്ന് രാഗിണി പറയുന്നില്ല. തന്നെ ഭയന്നാണ് എന്ന് തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഞാൻ ലജ്ജിക്കണം. എൻ്റെ ഭാര്യയെ ഒരു യക്ഷിയാണെന്ന് സമർത്ഥിക്കാനല്ലേ ഞാൻ ശ്രമിച്ചത്. എന്നെ 1000 തവണ മടയനെന്ന് വിളിക്കണം. രാഗിണി വെറും ഒരു സ്ത്രീയാണ്. ചോരയും നീരും മാംസവും മജ്ജയും കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു സുന്ദരി, ഒരമ്മ പ്രസവിച്ച പെൺകുട്ടി. അവൾ എന്നോട് കളവൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ മനസ്സിലാണ് കള്ളൻ. എൻ്റെ വികൃതമായ മുഖം ഒരു പെൺകുട്ടിക്കും സ്വീകാര്യമല്ലെന്ന വിശ്വാസത്തിൽ ഞാൻ പിടിച്ചു നിൽക്കുന്നു. അതുകൊണ്ടാണ് സംശയങ്ങൾ തോന്നുന്നത്. വരൂ രാഗിണി, നമുക്ക് അനന്തൻ്റെ വീട്ടിൽ പോകാം. ഞങ്ങൾ നടന്നു. വേഗം മടങ്ങണം, പനിയുണ്ട്. രാഗിണി വീണ്ടും എൻ്റെ നെറ്റിയിൽ തൊട്ടു നോക്കി. അനന്തൻ ഉണ്ടായിരുന്നില്ല. കല്യാണി അമ്മ വല്ലാതെ സംഭ്രമിക്കുമെന്നാണ് ഞാൻ കരുതിയത്. എനിക്ക് തെറ്റി. ഞാൻ ജൂഡിയുടെ മൃതദേഹം മെല്ലെ തറയിൽ വച്ചപ്പോൾ അവർ ഒന്നേ ചോദിച്ചുള്ളൂ, എങ്ങനെ പറ്റി? ഞാൻ വിവരം പറഞ്ഞു. പാവം, കുറേ ദിവസമായി അതിന് നല്ല സുഖമില്ലായിരുന്നു, കല്യാണി അമ്മ പറഞ്ഞു. ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ബ്രൂണോ മുന്നിലെത്തി. അവൻ മോങ്ങുമോ? എൻ്റെ സംശയങ്ങൾ തലനീട്ടാൻ ശ്രമിച്ചു. ബ്രൂണോ മോങ്ങിയില്ല. ഞങ്ങളെ ഒന്ന് നോക്കിയ ശേഷം അവൻ അകത്തേക്ക് പോയി. ഞാൻ രാഗിണിയെ സ്നേഹപൂർവ്വം നോക്കി. എൻ്റെ മനസ്സിൽ സംതൃപ്തിയും സമാധാനവും പകർന്ന ആ അൽസേഷ്യനോട് നന്ദി തോന്നി. അവൻ മോങ്ങിയിരുന്നെങ്കിൽ ഞാൻ തകരുമായിരുന്നു. തക്ക സമയത്ത് എൻ്റെ സംശയങ്ങളുടെ ശവപ്പെട്ടിയിൽ ബ്രൂണോ നീണ്ട ആണികൾ അടച്ചു കയറ്റിയിരിക്കുന്നു. അനന്തൻ വല്ലാതെ സങ്കടപ്പെടും, ഞാൻ പറഞ്ഞു. അതെ അതെ, പക്ഷേ വെറുമൊരു പോമറേനി നായ്ക്കുട്ടിയെ ആരോ കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്, കല്യാണിയമ്മ അറിയിച്ചു. ജൂഡിയുടെ നഷ്ടം സാരമില്ലെന്ന് അവർ സൂചിപ്പിച്ചതായി തോന്നി. വീട്ടിൽ ഒരു പോമറേനിയൻ നായ വേണം. ജൂഡി മരിച്ചു, കഷ്ടമായിപ്പോയി. പക്ഷേ മറ്റൊന്ന് കിട്ടും. അതുകൊണ്ട് കണ്ണീർ വാർക്കേണ്ട കാര്യമില്ല. അത്ര തന്നെ. ഞങ്ങൾ മടങ്ങി. എനിക്ക് വല്ലാത്ത കുളിര് തോന്നി. രാഗിണീൻ്റെ സഹായത്തോടെയാണ് ഞാൻ വീട്ടിനുള്ളിൽ കടന്നത്. അയ്യോ, പൊള്ളുന്ന പനി. സാരമില്ല, ഇൻഫ്ലുവൻസ ആയിരിക്കും. 2 ദിവസം വിരിച്ചു കിടന്നാൽ മതി, ഞാൻ സമാധാനിപ്പിച്ചു. കിടക്കയിലേക്കാണ് അവൾ എന്നെ കൊണ്ടുപോയത്. കിടക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അനുസരിച്ചു. ഒരു കമ്പിളി പുതപ്പ് കൊണ്ട് അവൾ എന്നെ മൂടി. വിശക്കുന്നു, ഞാൻ പറഞ്ഞു. ഒന്നും കഴിക്കേണ്ട, കുറേ കഴിഞ്ഞ് ഞാൻ ഹോർലിക്സ് കലക്കിത്തരാം. എൻ്റെ അരികിൽ അവൾ ഇരുന്നു. ആർത്തിയോടെ ഞാൻ അവളെ നോക്കി. ഇങ്ങനെയും സ്ത്രീകൾക്ക് സൗന്ദര്യമുണ്ടാകുമോ? ഞാൻ അവളെ എന്നോട് ചേർത്ത് പിടിച്ചു. എനിക്കൊരു മോഹം തോന്നി. സ്ലീവ്ലെസ് ബ്ലൗസും പച്ച സിൽക്ക് പാവാടയും ധരിച്ച രാഗിണിയെ എനിക്ക് കാണണം. എങ്ങനെ അവളോട് പറയാനാണ്? അങ്ങനെ അവൾ വന്ന ഒരു രാത്രിയിൽ ഞാൻ തോറ്റുപോയില്ലേ? എന്താ തുറച്ചു നോക്കുന്നത്? നോക്കിക്കൂടെ? തീർച്ചയായും നോക്കാം. മറ്റാരും നോക്കാനുള്ളതല്ലല്ലോ, അവൾ മന്ദഹസിച്ചു. ഇങ്ങനെ കണ്ടാൽ പോരാ, പിന്നെ? അല്പം നിവർന്നിരുന്നു കൊണ്ട് അവളുടെ ചെവിയിൽ ഞാൻ മന്ത്രിച്ചു. എന്താ കൊച്ചുകുട്ടികളെപ്പോലെ? അവൾ ചോദിച്ചു, കുറ്റം പറയുന്നത് പോലെ. എങ്കിലും അവൾ ആനന്ദിക്കുകയായിരുന്നു. അവൾ എഴുന്നേറ്റു. നല്ല പനിയുണ്ടെന്ന് ഓർമ്മ വേണം. ഒരു താക്കീത് തന്ന ശേഷം അവൾ പോയി. ഓർമ്മയുണ്ട്, ഞാൻ വിളിച്ചു പറഞ്ഞു. എന്താണ് അവൾ ചിന്തിക്കുന്നത്? അവളുടെ ടാൻഡലസ് ഒരു ദിവസം ദാഹം തീർക്കുമെന്ന് അവൾ വിശ്വസിക്കുന്നുണ്ടോ? അല്പസമയങ്ങൾക്കുള്ളിൽ അവൾ മടങ്ങി. ഒരു കറുത്ത സ്ലീവ്ലെസ് ബ്ലൗസും പച്ച സിൽക്ക് പാവാടയും ധരിച്ചുകൊണ്ട്. ഞാൻ അറിയാതെ ഒരു സീൽക്കാരം എൻ്റെ ചുണ്ടുകളിൽ നിന്ന് ഉയർന്നു. പനിയുണ്ടെന്ന് ഓർമ്മ വേണം. ഓ, കൊതിയൻ. ആ നിമിഷത്തിൽ എല്ലാം തുറന്നു പറയണമെന്ന് തോന്നി. എൻ്റെ തോൽവികളെപ്പറ്റി പറയണം, മാപ്പ് ചോദിക്കണം. അതെ, ഞാൻ വെറും കൊതിയനാണ്. പക്ഷേ ഞാനൊരു ഭർത്താവാണെന്ന് തെളിയിക്കാം. അല്പസമയം തരൂ. രാഗിണി എൻ്റെ തലമുടിയിലൂടെ വിരലുകൾ ചലിപ്പിച്ചു. പറയണോ? കുറ്റസമ്മതം നടത്തണോ? വേണ്ട, ഞാനൊരു പുരുഷനാണ്. എനിക്ക് പറയാനുള്ളത് അപമാനകരമായ ഒരു കാര്യമാണ്. പറയേണ്ട. പറഞ്ഞാൽ എന്താണ് പ്രയോജനം? ഞാൻ ഭാവിയിൽ തോൽക്കുകയില്ലെന്ന് ആണയിട്ട് പറഞ്ഞാൽ അവൾ മാപ്പ് തരുമോ? അങ്ങനെ പറഞ്ഞിട്ടെന്താണ് കാര്യം? ഒന്നേ വഴിയുള്ളൂ മാപ്പ് നേടാൻ.
ആ വഴിയിലൂടെ അവളെ സമീപിക്കാൻ കഴിഞ്ഞാൽ എൻ്റെ മാപ്പ് സ്വീകരിക്കാൻ അവൾക്ക് സമയമുണ്ടാവുകയില്ല. അവൾ നന്ദി പറയുന്ന തിരക്കിലായിരിക്കും. ഞാൻ അവളെ എൻ്റെ നെഞ്ചോട് ചേർത്തു. പൊള്ളുന്ന ചുണ്ടുകൾ കൊണ്ട് അവളെ ചുംബിച്ചു. എൻ്റെ ശരീരമാകെ വിയർത്തു കുളിച്ചു. ഞാൻ കിതച്ചു. രാഗിണി എഴുന്നേറ്റ്. അനങ്ങാതെ കിടക്കണം, ഭയങ്കരമായി പനിക്കുന്നു. ഞാൻ മിണ്ടിയില്ല. തൊണ്ട വരണ്ടിരുന്നു. 7 ദിവസം ഞാൻ അങ്ങനെ പനിച്ചു കിടന്നു. രാഗിണിയുടെ പരിചരണമില്ലായിരുന്നെങ്കിൽ എൻ്റെ പനി ആഴ്ചക്കണക്കിന് നീണ്ടു നിന്നേനെ. ആ ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളായിരുന്നു. എൻ്റെ സംശയങ്ങൾ മടങ്ങി വന്നു. അവയുടെ ശവപ്പെട്ടിയിൽ നിന്നും പല്ലിളിച്ചുകൊണ്ട് പുറത്തു വന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ തട്ട് പൊളിച്ചുകൊണ്ട് അവ താണ്ഡവമാടി. സ്നേഹപൂർവ്വം എന്നെ പരിചരിച്ചു പോന്ന രാഗിണിയെ ഞാൻ ശങ്കിച്ചു. ഒരളവിൽ ഭയന്നു. പനി പിടിച്ചു കിടക്കുമ്പോൾ ചില സംഭവങ്ങളുണ്ടായി. 1. കല്യാണിയമ്മയെക്കുറിച്ചുള്ള ഒരു സ്വപ്നം. 2. രാഗിണിയുടെ ആഭരണം. 3. പാലമരത്തിൽ നിന്ന് ഉയർന്ന ഗാനം. ഒരു ദിവസം കണ്ണു തുറക്കുമ്പോൾ രാഗിണിയെ അരികിൽ കണ്ടില്ല. അവൾ കുറേ നേരം കഴിഞ്ഞു മടങ്ങി, അനന്തൻ്റെ വീട്ടിൽ നിന്നും. കല്യാണിയമ്മയ്ക്ക് തീരെ സുഖമില്ല. അവൾ പറഞ്ഞു, വല്ലാതെ ഛർദ്ദിച്ചു. കല്യാണിയമ്മ എന്നും രാവിലെ ഛർദ്ദിക്കാറുണ്ട്. അതിൻ്റെ ശബ്ദം ചിലപ്പോൾ എൻ്റെ വീട്ടിലും കേൾക്കാം. ഛർദ്ദിച്ചു കൊണ്ടിരുന്നപ്പോൾ തല കറങ്ങി വീണു. നീ എങ്ങനെ അറിഞ്ഞു? അനന്തൻ എന്നെ വിളിച്ചു. ഇപ്പോഴെങ്ങനെയിരിക്കുന്നു? ഓർമ്മ വന്നു. കിടക്കുകയാണ്. നീ കൂടെ ചെന്ന് അന്വേഷിക്കണേ. തീർച്ചയായും. ഇത്രയും കാലം ഗർഭം ധരിക്കാത്ത കല്യാണിയമ്മ ഇപ്പോൾ ഗർഭം ധരിച്ചതെങ്ങനെ? ആദ്യകാലങ്ങളിൽ അനന്തന് എനിക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നോ? ചോദിച്ചാലോ? പക്ഷെ എങ്ങനെ ചോദിക്കും? 17-18 വർഷങ്ങൾ മൂപ്പുള്ള മനുഷ്യനാണ് അയാൾ. ഞങ്ങൾ നല്ല അയൽക്കാരാണ്. കൂട്ടുകാരാണോ? ചന്ദ്രശേഖരനോടും സംസാരിക്കുന്ന പോലെ അനന്തനോട് സംസാരിക്കാൻ എനിക്ക് സാധ്യമല്ല. മാത്രമല്ല, അയാൾക്ക് ഒരിക്കലും ഒരു തകരാറും ഉണ്ടായിരിക്കുകയില്ല. തകരാറ് അവർക്കായിരുന്നിരിക്കാം. ചില സ്ത്രീകൾ അങ്ങനെയാണ്. കായ്ക്കാൻ വൈകുന്ന വൃക്ഷങ്ങൾ. വയസ്സാകുന്തോറും ഒരു കുഞ്ഞിക്കാലിനെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പങ്ങൾക്ക് ഉടവ് തട്ടും. ഒരിക്കലും ഒരമ്മയാവാൻ സാധിക്കുകയില്ലെന്ന് അവർ തീരുമാനിക്കും. അപ്പോൾ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ ജീവൻ്റെ വേരോടും. പിന്നെ അവർക്ക് എത്ര സംഭ്രമമാണെന്നോ! അവരെക്കാൾ സംഭ്രമമാണ് ഭർത്താക്കന്മാർക്ക്. അന്ന് 2-3 തവണ കല്യാണിയമ്മയുടെ ആരോഗ്യം അന്വേഷിക്കാൻ രാഗിണി പോവുകയുണ്ടായി. വൈകുന്നേരം അനന്തൻ എൻ്റെ വീട്ടിൽ വന്നു. രാഗിണി വളരെ ബുദ്ധിമുട്ടുന്നു, അയാൾ പറഞ്ഞു. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. രാഗിണി പുഞ്ചിരിച്ചു. ഒരു രോഗി വീട്ടിലുള്ളപ്പോൾ തന്നെ എനിക്കൊന്നുമില്ല, വെറും പനി. രാഗിണി അവിടെ കൂടെ വന്ന് കല്യാണിയമ്മയുടെ കാര്യങ്ങൾ അന്വേഷിക്കട്ടെ. ഞാൻ ഇടപെട്ടു. ഗർഭിണിയായ ഒരു സ്ത്രീക്ക് എത്ര പരിചരണം കിട്ടിയാലും അധികമാവില്ലെന്നും രാഗിണിയെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാൻ മടിക്കരുതെന്നും മറ്റും ഞാൻ പറഞ്ഞു. അനന്തൻ ചിരിച്ചു. പറയുന്നത് കേട്ടാൽ ശ്രീനിവാസൻ ഇതിലൊക്കെ വലിയ എക്സ്പേർട്ടാണെന്ന് തോന്നും. ഞാൻ പൊട്ടിച്ചിരിച്ചു. ഇങ്ങനെ പതിവായി ഛർദ്ദിച്ചാൽ ക്ഷീണം തട്ടുകയില്ലേ? രാഗിണി തിരക്കി. എന്ത് ചെയ്യാനാണ്? അനന്തൻ നിസ്സഹായത നടിച്ചു. ഇതിനൊന്നും മരുന്നില്ലേ? രാഗിണി അന്വേഷിച്ചു. മെഡിക്കൽ ഷോപ്പ് ഉടമയായ അനന്തൻ 4-5 ഗുളികകളുടെ പേര് പറഞ്ഞു. രാജ്യത്തുള്ളവർക്കെല്ലാം ഈ ഗുളികൾ തിന്നാൽ ഭേദം കിട്ടും. പക്ഷെ കല്യാണിക്ക് വൈകിയുണ്ടായി പ്രഗ്നൻസി അല്ലേ? ഞാൻ പറഞ്ഞു. കണ്ടോ, എക്സ്പേർട്ട് പോലെ സംസാരിക്കുന്നു. അനന്തൻ പോയ ശേഷം ഞാൻ രാഗിണിയോട് ചോദിച്ചു, എത്ര മാസമായി? 5. കല്യാണിയമ്മയുടെ കുട്ടി ആണായിരിക്കുമോ അതോ? എനിക്കെങ്ങനെ അറിയാം? നിനക്ക് ജ്യോത്സ്യമുണ്ടല്ലോ. നീ പറഞ്ഞപ്പോൾ പാല പൂത്തില്ലേ? ഞാൻ പറഞ്ഞിട്ടാണോ? ഞാൻ പറഞ്ഞതും പാല പൂത്തതും ഒത്തിരുന്നു, അത്ര തന്നെ. സന്ധ്യയ്ക്ക് അനന്തൻ വീണ്ടും വന്നു. കല്യാണിയമ്മയ്ക്ക് വീണ്ടും തലകറക്കം വന്നിരിക്കുന്നു. ലേഡി ഡോക്ടറെ വിളിക്കാൻ പോവുകയാണ്. രാഗിണി വീട്ടിലേക്ക് വന്നാൽ കൊള്ളാം. രാഗിണി ചെന്നു. ഞാൻ കിടക്കയിൽ ചുരുണ്ടുകൂടി. ഉറങ്ങിയെന്ന് തോന്നുന്നു. ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് ഉണർന്നത്, ഞെട്ടിക്കൊണ്ട്. കല്യാണിയമ്മയെക്കുറിച്ചുള്ള ഒരു സ്വപ്നം. കുളിമുറിയിൽ വെളുത്ത് തിളങ്ങുന്ന ഒരു ബാത്ത് ടബിൽ കല്യാണിയമ്മ ഇരിക്കുന്നു. അടുത്തൊരു സ്റ്റൂളിൽ മഞ്ഞുപോലെ വെളുത്ത ടവലുകൾ അടുക്കി വെച്ചിട്ടുണ്ട്. കുളിമുറിയിൽ ഭിത്തിയുടെ പകുതിയോളം മാർബിളിൽ തീർത്തതാണ്. ബാത്ത് ടബിൽ വെള്ളം നിറച്ച ശേഷം കല്യാണിയമ്മ സോപ്പ് പതയ്ക്കുന്നു. എത്ര സമൃദ്ധമായ വെളുത്ത പത! കാറ്റടിച്ച് പത അങ്ങിങ്ങ് പറക്കുന്നു, അപ്പൂപ്പൻ താടി പോലെ. പെട്ടെന്ന് കുളിമുറിയിൽ വെള്ള നിറം കാണാനില്ല. ബാത്ത് ടബ് ചുവന്നിരിക്കുന്നു. ടവലുകൾ ചുവന്നിരിക്കുന്നു. മാർബിൾ ഭിത്തി ചുവന്നിരിക്കുന്നു. സോപ്പിൻ്റെ പതയ്ക്ക് രക്തവർണ്ണമാണ്. ഞാൻ പിന്നെയും നോക്കി. ടബ് നിറയെ രക്തമാണ്, വെള്ളമല്ല. കല്യാണിയമ്മ രക്തത്തിൽ കുളിച്ചിരിക്കുന്നു. ഞാൻ ചുറ്റും നോക്കി. കുളിമുറിയിൽ മറ്റാരോ കൂടിയുണ്ട്. തറയിലാണിരിക്കുന്നത്. ചുവന്ന ബ്ലൗസും ചുവന്ന പാവാടയും ധരിച്ച ഒരു പെണ്ണ്. അവളുടെ മുഖം കണ്ടുകൂടാ. ബ്ലൗസും പാവാടയും എങ്ങനെ ചുവന്നു? രക്തം പുരണ്ടതാണ്. എങ്ങും രക്തം ഒലിച്ചു നടക്കുന്നു. തറയിലിരുന്ന പെണ്ണ് പെട്ടെന്ന് എന്നെ തിരിഞ്ഞു നോക്കി. ഈശ്വര, അതെൻ്റെ രാഗിണിയാണ്. അവളുടെ ചുണ്ടിൽ നിന്നും രക്തം ഇറ്റിറ്റു വീഴുന്നു. ഉണർന്നപ്പോൾ കണ്ടത് രാഗിണിയാണ്. അവളുടെ ചുണ്ടുകൾ ചുവന്നിരിക്കുന്നു. രാഗിണി, നിന്റെ ചുണ്ടിൽ രക്തം പുരണ്ടിരിക്കുന്നു. എന്താ? അലങ്കാര ഭാഷയിൽ സംസാരിക്കുകയാണോ? അതോ ഡെലേറിയമോ? ഞാനൊന്ന് മുറുക്കി. രാഗിണി മന്ദഹസിച്ചു. കല്യാണിയമ്മയ്ക്ക് എങ്ങനെയിരിക്കുന്നു? മയക്കം തെളിഞ്ഞു. അവർ കുളിമുറിയിലായിരുന്നോ? എന്തൊക്കെയാണ് ചോദിക്കുന്നത്? ഞാൻ കണ്ട സ്വപ്നത്തെപ്പറ്റി അവളോട് പറയണോ?
വളരെ നേരം ആലോചിച്ചു. വേണ്ട, എൻ്റെ കടിഞ്ഞാണില്ലാത്ത ഭാവനയെപ്പറ്റി അവൾ വല്ലതും പറയും, പരിഹസിക്കും. വേണ്ട, പറയണ്ട. എന്താവാം ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം? എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിചിത്രമായ സ്വപ്നങ്ങൾ കാണുന്നത്? സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം തരാൻ കഴിവുള്ള ആരെങ്കിലും ഈ പട്ടണത്തിലുണ്ടോ? പനി കഴിഞ്ഞാൽ ഉടൻ തിരക്കണം. കോണിപ്പടി സ്വപ്നത്തിൻ്റെയും ഈ കുളിമുറി സ്വപ്നത്തിൻ്റെയും പൊരുൾ എന്തെന്നറിയണം. അന്ന് രാത്രി വീണ്ടും ആ സ്വപ്നം കണ്ടു. വെളുത്ത കുളിമുറിയിൽ രക്തമൊഴുകുന്ന ആ സ്വപ്നത്തിൽ രാഗിണി അതേ സ്ഥാനത്തുണ്ടായിരുന്നു, തറയിൽ. ചുവന്ന പാവാടയും ബ്ലൗസും, രക്തം പുരണ്ട അധരങ്ങൾ. ഞാൻ ഞെട്ടി എഴുന്നേറ്റു. ആകാശത്തിൻ്റെ ക്യാൻവാസിൽ വെളുപ്പിൻ്റെ വീതിയേറിയ വാഷ് പരന്നു തുടങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് എനിക്കൊരു വ്യാഖ്യാനം തോന്നി. കല്യാണിയമ്മ പ്രസവിക്കുകയില്ല. അവരുടെ ഗർഭം അലസിപ്പോകും. അതാണ് സ്വപ്നത്തിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ബാത്ടബിലെ വെള്ളം രക്തമായി മാറിയത്, സോപ്പ് പത പോലും ചുവന്നു പോയത്. രാഗിണി കുളിമുറിയുടെ തറയിലിരിക്കുന്നത് എന്തിനാണ്? അതിൻ്റെ അർത്ഥം എന്ത്? കല്യാണിയമ്മയുടെ ഗർഭം അലസാൻ അവളാണ് കാരണമെന്നോ? അപ്പോൾ ആരാണ് രാഗിണി? യക്ഷികൾ സാധാരണ ഗർഭിണികളെ പിടികൂടാറുണ്ട്. ഭ്രൂണം യക്ഷികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണെന്നാണ് ഒരു താളിയോല ഗ്രന്ഥത്തിൽ വായിച്ചിട്ടുള്ളത്. രക്തവും രാഗിണിയും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് തോന്നി. കന്യാകുമാരിയിൽ വെച്ച് എൻ്റെ വായിൽ നിന്നും ചോര വന്നില്ലേ? ആരാണിവൾ? എൻ്റെ സുന്ദരിയായ ഭാര്യ എവിടെ നിന്നാണ് വന്നത്? ഞാൻ അവളെ നോക്കി. എൻ്റെ കട്ടിലിന് സമീപം താഴെ തറയിൽ ഒരു പായും തലയണയും മാത്രം വിരിച്ചു കിടക്കുകയാണ് അവൾ. ഉറങ്ങുന്നു. മുഖം ശാന്തമാണ്, നിഷ്കളങ്കമാണ്. ഞാൻ പനി പിടിച്ച് കിടക്കുമ്പോൾ എന്നെ കാണാൻ ചന്ദ്രശേഖരനും തങ്കവും വന്നു. ഞാനും ചന്ദ്രശേഖരനും ബെഡ്റൂമിൽ ഇരിക്കുമ്പോൾ രാഗിണിയും തങ്കവും അടുത്ത മുറിയിൽ ചെന്നിരുന്ന് വെടി പറയാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ ചന്ദ്രശേഖരൻ പറഞ്ഞു, വലിയ ക്ഷീണമില്ലെങ്കിൽ നമുക്കും അങ്ങോട്ട് പോകാം. ശരി, ലെറ്റസ് ജോയിൻ ദിസ് ലേഡീസ്. ഞാൻ മെല്ലെ എഴുന്നേറ്റു. ചന്ദ്രശേഖരനും ഞാനും അടുത്ത മുറിയിലെത്തി. തങ്കം രാഗിണിയുടെ ചെവി പരിശോധിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്താണ് ചെവിയിൽ? ഞാൻ ചോദിച്ചു. ഓല നോക്കിയതാണ്, തങ്കം പറഞ്ഞു. സ്ത്രീകളെ കാണുമ്പോൾ എന്തുകൊണ്ടോ അവർ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങൾ ഞാൻ കാണാറില്ല, ഞാൻ ശ്രദ്ധിക്കാറില്ല. രാഗിണിയുടെ കാതിൽ ഓലയുണ്ടോ എന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ അറിഞ്ഞുകൂടെന്നേ ഞാൻ പറയും. ഭൂരിപക്ഷം പുരുഷന്മാരും എന്നെപ്പോലെ അശ്രദ്ധരാണെന്ന് ഞാൻ കരുതുന്നു. ഒരു സ്ത്രീയെ കാണുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നത് എന്ത് എന്ന ശീർഷകത്തിൽ ഒരു പടിഞ്ഞാറൻ ഡൈജസ്റ്റ് മാസികയിൽ മുമ്പെങ്ങോ ഞാൻ ഒരു ഫീച്ചർ വായിക്കുകയുണ്ടായി. ചിത്രകാരന്മാരും ശില്പികളും ഫോട്ടോഗ്രാഫർമാരും എഴുത്തുകാരും ടെക്സ്റ്റൈൽ ഡിസൈൻ വിദഗ്ധന്മാരും അവരുടെ മറുപടിയിൽ നൽകിയിരുന്നു. ഭൂരിപക്ഷം ആളുകളും ആദ്യം ശ്രദ്ധിക്കുന്നത് മാറിടമാണ്, പിന്നെ മുഖം. ചിലർ തലമുടി ശ്രദ്ധിക്കുന്നുവെന്ന് പറഞ്ഞിരുന്നു. ഒരാളോ മറ്റോ കണങ്കാലുകളും നിറവുമാണത്രേ ആദ്യം ശ്രദ്ധിക്കുന്നത്. ചിത്രകാരന്മാരും ശില്പികളും ഫോട്ടോഗ്രാഫർമാരും ഒരു റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിലെ എൻ്റെ സ്നേഹിതന്മാർ പറഞ്ഞേക്കും ആ ലേഖനത്തിൽ കണ്ട അഭിപ്രായങ്ങൾ ഭൂരിപക്ഷം പുരുഷന്മാരുടെ അഭിപ്രായമായി പരിഗണിച്ചുകൂടെന്ന് പറയും. അങ്ങനെയാവട്ടെ. പക്ഷേ സ്വർണ്ണപ്പണിക്കാർ ഏറ്റവും അധികമുള്ള ഒരു സാമ്പിൾ അല്ല ഈ പഠനത്തിന് സ്വീകരിക്കുന്നതെങ്കിൽ ആഭരണങ്ങൾ ശ്രദ്ധിക്കുന്ന പുരുഷന്മാരുടെ ശതമാനം 1ൽ കുറവായിരിക്കുമെന്നാണ് എൻ്റെ പക്ഷം. മാറിടവും മുഖവും തന്നെയാണ് ആദ്യം ശ്രദ്ധിക്കപ്പെടുക. രാഗിണിക്ക് ഓലയുണ്ടോ? ഞാൻ ചോദിച്ചു. കൊള്ളാം, ഇതുവരെ അറിഞ്ഞുകൂടെ? രാഗിണി വിസ്മയം നടിച്ചു. സത്യം, അറിഞ്ഞുകൂടാ. ഇതൊരു സൂത്രമാണ് കേട്ടോ. ആഭരണങ്ങളോട് ഇഷ്ടമല്ലെന്ന് സൂചിപ്പിക്കുകയാണ് ശ്രീനി. എന്നുവെച്ചാൽ വളയും മാലയും ഒന്നും ഉണ്ടാക്കാൻ പറയരുതെന്നർത്ഥം. ചന്ദ്രശേഖരൻ തമാശ പറഞ്ഞു. എനിക്കിതുമാതിരി ഒരെണ്ണം ഉണ്ടാക്കണം, തങ്കം പറഞ്ഞു. പുതിയ പാറ്റേൺ വല്ലതുമാണോ? ചന്ദ്രശേഖരൻ ചോദിച്ചു. പഴയത്, വളരെ പഴയത്, രാഗിണി പറഞ്ഞു. രാഗിണി, നിന്റെ ചെവി ചന്ദ്രശേഖരന് കാണിച്ചു കൊടുക്കൂ. എത്ര രൂപ ഉണ്ടാക്കണമെന്ന് പാവം കണക്കുകൂട്ടിക്കൊള്ളട്ടെ. ഞാൻ ചന്ദ്രശേഖരനെ കളിയാക്കാൻ നോക്കി. രാഗിണി സമൃദ്ധമായി അവളുടെ തലമുടി ഒതുക്കി പിടിച്ചു. വെളുത്ത ചെവിയുടെ തുമ്പ് കാണാറായി. അതിൽ ധരിച്ചിരുന്ന ഓല എന്നെ വിസ്മയാധീനനാക്കി. 300-400 കൊല്ലം മുമ്പ് കേരളത്തിലെ സ്ത്രീകൾ ധരിച്ചു പോന്ന ഒരാഭരണമായിരുന്നു അത്. എൻ്റെ പഴയ പഠനത്തിൽ ഞാൻ ഇത്തരം ഓലകളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ആരും ഇത് ധരിക്കാറില്ല. ഇങ്ങനെയൊരു മാതൃക ഒരു കാറ്റലോഗിലും ചേർത്തിട്ടില്ല. ഉമ്മയമ്മ റാണിയുടെ കാലത്തുള്ള ഒരാഭരണമാണിത്. ഇത് രാഗിണിക്ക് എങ്ങനെ കിട്ടി? ഇത് വളരെ പഴയതാണല്ലോ. ഞാൻ പറഞ്ഞു. അതെ, വളരെ പഴയത്. 300 കൊല്ലമെങ്കിലും പഴയതാണ്. തനിക്കെങ്ങനെ അറിയാം? ചന്ദ്രശേഖരൻ ചോദിച്ചു. കണ്ടാലറിയാം. ഞാൻ കേരളത്തിലെ പഴയ ആഭരണങ്ങളെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. പഴയതാണെങ്കിൽ എന്താ, എത്ര ഭംഗി. തങ്കം സംസാരിച്ചു. രാഗിണി, നിനക്കിതെങ്ങനെ കിട്ടി? അമ്മൂമ്മ തന്നതാണ്. അമ്മൂമ്മയ്ക്ക് എങ്ങനെ കിട്ടി? അവരുടെ അമ്മ കൊടുത്തു. തലമുറ തോറും ഒരു കുടുംബത്തിൽ കൈമാറപ്പെടുന്ന ഒരാഭരണമാണിത്. ഇത്തരത്തിലുള്ള ഓലകൾ ഇന്നാരും ഉണ്ടാക്കാറില്ല. ഇന്നിത് ഫാഷനല്ല. എത്ര സ്ത്രീകൾ ഇത് ധരിച്ചു കാണും? എത്ര അമ്മമാരും ഇത് നിർമ്മിക്കപ്പെട്ടത് കേരള ചരിത്രത്തിലെ ഏത് കാലഘട്ടത്തിലാണ്? ഉമ്മയമ്മ റാണിയുടെ കാലത്തിന് മുൻപ് തന്നെ ഈ മാതൃക ഉണ്ടായിരുന്നിരിക്കണം. ഇതൊരു മ്യൂസിയം പീസ് ആണ് രാഗിണി. പതിവായി ധരിച്ച് കേടുവരുത്തണ്ട, ഞാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തങ്കത്തിൻ്റെ കൗതുകം ഉണർന്നു.
രാഗിണിയുടെ കയ്യിൽ ഇത്തരം പഴയ ആഭരണങ്ങൾ വേറെയുമുണ്ടോ? രാഗിണി ചോദ്യം കേട്ടില്ലെന്ന് തോന്നി. ചായ കൊണ്ടുവരട്ടെ? അവൾ ചോദിച്ചു. വളരെ ദിവസങ്ങൾ എൻ്റെ ചിന്താവിഷയമായിരുന്നു ഈ ആഭരണം. പനി കഴിഞ്ഞ് കുളിച്ചതിൻ്റെ തലേന്ന് രാത്രിയാണ് മൂന്നാമത്തെ സംഭവം നടന്നത്. അർദ്ധരാത്രി കഴിഞ്ഞാണെന്ന് തോന്നുന്നു. അതിമധുരമായ ഒരു ഗാനം എവിടെ നിന്നോ ഒഴുകി വരുന്നത് പോലെ തോന്നി. ദൂരെ ദൂരെ നിന്നും വാക്കുകളില്ലാത്ത ഒരു ഗാനം. ക്രമേണ അത് അടുത്തടുത്ത് വന്നു. അപ്പോഴും വാക്കുകളില്ല, നാദധാര മാത്രം. പിന്നെയും ആ ഗാനം അടുത്തെത്തി, വളരെ അടുത്ത്. ശ്രദ്ധിച്ചു. പാലമരത്തിനടുത്ത് നിന്നാണ് ഗാനം പുറപ്പെട്ടിരുന്നത്. ലൂയിസിനെ ആകർഷിക്കാൻ ശ്രമിച്ച സൈറനുകളുടെ ഗാനം ഇത്ര തന്നെ മധുരമുള്ളതായിരിക്കില്ല. ഈ ഗാനത്തിൽ വീണാനാദമുണ്ട്, വയലിൻ നാദമുണ്ട്, ഗിത്താറും ഷെഹ്നായിയുമുണ്ട്. പിന്നെ എനിക്കറിഞ്ഞുകൂടാത്ത ആയിരം വാദ്യോപകരണങ്ങളും. പക്ഷേ വാക്കുകളില്ല. ഈ വാദ്യോപകരണങ്ങളെല്ലാം ഒന്നിച്ചലിഞ്ഞു ചേർന്ന് മനുഷ്യഹൃദയങ്ങൾ കൊണ്ട് തീർത്ത ഒറ്റ പട്ടുതുണിയിലൂടെ കരട് കളഞ്ഞ് പുറത്തേക്ക് വരികയാണ്. ആ നാദപ്രപഞ്ചം എൻ്റെ ഓരോ തരിയിലും കുളിര് കോരിയിട്ടു. ഞാൻ കണ്ണു തുറന്നു. താഴെ കിടക്കുന്ന രാഗിണി എഴുന്നേറ്റിരിക്കുകയാണ്. അവൾ ആ ഗാനം ശ്രദ്ധിക്കുകയായിരുന്നു. പാലമരത്തിൻ്റെ നേർക്കാണ് അവൾ നോക്കുന്നത്. അവളെ ഞാൻ വിളിക്കാൻ ഭാവിച്ചു. വിളിച്ചില്ല. എൻ്റെ വാക്കുകൾ ചുണ്ടിൽ നിന്നും അടർന്നു വീഴുന്നതിന് മുൻപ് രാഗിണി എഴുന്നേറ്റു. ഞാൻ അനങ്ങാതെ കിടന്നു. ഞാൻ ഉണർന്നു കിടക്കുകയാണെന്ന് അവൾ അറിഞ്ഞിട്ടില്ല. എന്താണ് അവൾ ചെയ്യാൻ പോകുന്നത്? ഞാൻ വീർപ്പുടക്കിക്കൊണ്ട് കിടന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഥ തുടർന്ന് കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സന്ദർശിക്കുക. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇനി അടുത്ത വീഡിയോയുമായി കാണും വരേക്കും എല്ലാ കൂട്ടുകാർക്കും വിട.